CapCutൽ നമ്മളെ മാത്രം കട്ട് ചെയ്യാനായിട്ട് കട്ടൗട്ടുകളുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് ഗ്രീൻ സ്ക്രീൻസ്. നമുക്കിന്ന് എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഗ്രീൻ സ്ക്രീനിലുള്ള ഒരു വിഷ്വൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. അതിന് താഴേക്ക് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അത് ലെയർ 1 വരുന്ന രീതിയിലും അതിന് മുകളിലായിട്ട് ഓവർലേ പോലെ ഗ്രീൻ സ്ക്രീൻ ഇമേജും വരുന്ന രീതിയിലും ഗ്രീൻ സ്ക്രീൻ വീഡിയോ വരുന്ന രീതിയിലും അറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ചേഞ്ചസ് വരുത്താൻ പോകുന്നത് ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോയിലാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഈ ഗ്രീൻ സ്ക്രീൻ ഉള്ള സ്ഥലത്ത് ആ ഗ്രീൻ സ്ക്രീൻ പോയി ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് വരണം. അതിനുവേണ്ടി നമ്മൾ ആ ഗ്രീൻ സ്ക്രീനിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രോമാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിനടുത്തായിട്ട് ഒരു കളർ പിക്കർ ടൂള് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അത് വെച്ച് നമ്മൾ ഗ്രീൻ സ്ക്രീനുള്ള സ്ഥലം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ആ ഗ്രീൻ സ്ക്രീൻ പോയി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ എന്ത് ഇമേജ് ആണോ അല്ലെങ്കിൽ എന്ത് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ആ വീഡിയോ തെളിഞ്ഞു വരും. ഇപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ പോയി ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആണ്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ അതിന് താഴെയായിട്ട് ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നതും കൂട്ടുന്നതിനനുസരിച്ച് അതിന് സൈഡിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാറും. അതിന് താഴെ ഷേഡോ കുറയ്ക്കാം, അത് കുറയ്ക്കുകയും കൂട്ടും ചെയ്യാം. അതനുസരിച്ച് ആ വീഡിയോയുടെ എഡ്ജസ് ഒന്നും കൂടി റിഫൈൻഡ് ആവും. അതിന് താഴെ ഫെദർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി വീഡിയോയുടെ എഡ്ജസിലുള്ള ഫെദർ എല്ലാം അഡ്ജസ്റ്റ് ആവും. അതിന് താഴെയായിട്ട് ക്ലീൻ അപ്പ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ചേഞ്ച് ചെയ്യുന്നത് വഴി നമ്മുടെ മുകളിലുള്ള ഇമേജിൻ്റെ, അതായത് എവിടെയാണോ നമ്മൾ കട്ടായിരിക്കുന്നത് അതിൻ്റെ എഡ്ജസ് എല്ലാം ഒന്നും കൂടി ക്ലീനായി റിഫൈൻഡായി നമുക്ക് ബ്ലെൻഡായി കിട്ടും. അതായത് ഫോർഗ്രൗണ്ടിലുള്ള വീഡിയോയും ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോയും ബ്ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 4 ടൂളുകളും 4 ഓപ്ഷൻസും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്കിതെല്ലാം ഒന്നും കൂടി സ്മൂത്ത് ആക്കാൻ പറ്റും. ഇത്രയാണ് മെയിൻലി നമ്മളുടെ ഈ ഒരു ക്രോമാ കീ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ ഇതിനൊപ്പം നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഇതിൻ്റെ അഡ്ജസ്റ്റിൽ കണ്ടോ ഈ ഗ്രീൻ കളർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, ഇത് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഗ്രീൻ കളർ ചിലപ്പോൾ നമുക്ക് കളയാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അഡ്ജസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് HSL എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ കാണാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൽ ഗ്രീൻ സെലക്ട് ചെയ്ത് ഗ്രീനിൻ്റെ സാച്ചുറേഷൻ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനിൻ്റെ കളറ് പോയി അവിടെ ഒരു ഗ്രേ കളർ, അതായത് ഒരു ഗ്രേ കളർ കിട്ടും. അപ്പോൾ അതൊന്നും കൂടിയും നമ്മുടെ ഇമേജ്, അതായത് ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്തല്ല ചെയ്തതെന്ന് മാക്സിമം നമുക്ക് വരുത്താനായിട്ടുള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളർ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഒന്നും കൂടെ സ്മൂത്ത് ആവും, ഒന്നുകൂടി ബ്ലെൻഡായി കിട്ടും. ഇനി നമുക്കിത് ആൻഡ്രോയിഡ് ക്യാപ്കട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആൻഡ്രോയിഡ് ക്യാപ്കട്ടിൽ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഏത് ഇമേജ് ആണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് അതിടുക. അതിന് മുകളിലായിട്ട് ഗ്രീൻ സ്ക്രീനുള്ള നമ്മുടെ വീഡിയോ ഇടുക. ബാക്കിൽ നമുക്ക് ഇമേജോ വീഡിയോ എന്ത് വേണം യൂസ് ചെയ്യാം. മുകളിലായിരിക്കണം ഗ്രീൻ സ്ക്രീൻ വീഡിയോ നമ്മുടെ ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിൽ താഴെയുള്ള ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. റിമൂവ് BG എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. റൈറ്റിലേക്ക് അധികം പോകണ്ട, കുറച്ച് മുമ്പിലായിട്ട് തന്നെയാണ് അതുള്ളത്. നമുക്ക് ഇപ്പോൾ തിരിച്ചു വരാം. ഞാൻ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ റിമൂവ് BG എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ എടുക്കുക. അതിൽ റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ട് കട്ടൗട്ട് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും അതിന് കസ്റ്റം, അതിനുശേഷം ക്രോമാ കീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇത് എടുത്തപ്പോൾ നേരത്തെ കളർ പിക്കർ ടൂൾ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ സ്ക്രീൻ കളർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ സ്ക്രീൻ അങ്ങോട്ട് പോയി കിട്ടും. താഴെയുള്ള വീഡിയോയോ അത് ഇമേജോ എന്താണോ നമ്മൾ താഴെയുള്ള ലെയറിലിട്ടിരിക്കുന്നത് അത് മുകളിലേക്ക് വരും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് നേരത്തെ നമ്മൾ വിൻഡോസിൽ കണ്ട സെയിം ടൂൾസ് തന്നെയാണ്. ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് നമ്മുടെ ക്രോമാ കീ, അതായത് ഗ്രീൻ സ്ക്രീൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫെദർ മാറ്റാം, അതുപോലെ റിഫൈൻഡ് ആക്കുക, ഒന്നും കൂടി എഡ്ജസ് സ്മൂത്ത് ചെയ്യുക. ഈ 4 ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോ, അതായത് ബാക്ക്ഗ്രൗണ്ടിനോട് ബ്ലെൻഡ് ആകുന്ന രീതിയിൽ നമുക്കത് റിഫൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ ക്രോമാ കീ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള കളർ ഏതാണോ ആ കളർ വെച്ച് പുറകിലൊരു സ്ക്രീൻ സെറ്റ് ചെയ്യുക. അതിന് മുകളിൽ നിന്ന് നമ്മൾ സംസാരിക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളെ ഈ വീഡിയോയ്ക്കൊക്കെ ഒരു സ്റ്റുഡിയോ ആംബിയൻസ് നമുക്ക് കിട്ടും. നമ്മളൊരു എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് അല്ലെങ്കിൽ ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇടാനും സാധിക്കും.
ഇത്രയുമാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമന്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോസ് പ്രൊഫഷണൽ സ്റ്റൈലിൽ എഡിറ്റ് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ DM വഴി കോൺടാക്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.